നമസ്കാരം. നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത രസകരവും ഇന്ത്യയിൽ രണ്ട് മജിഷ്യന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ ഐറ്റങ്ങളാണ് ആൽബി ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പായി ഇതൊരു ഗ്ലാസ് പാലാണ്. ഈ ഗ്ലാസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ആരെങ്കിലും ഒരു ഹാൻഡ് കർച്ചീഫ് തരാം. ഈ ഹാൻഡ് കർച്ചീഫ് ഞാൻ ഈ ഗ്ലാസിന്റെ മുകളിലിട്ട് മൂടുകയാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് ഞാൻ ആട്ടി 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 ഇത് ഞാൻ മാജിക്കിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ്. ഇതിന്റെ മുഖചിത്രം ഇവന്റെയാണ്. ഇതിന്റെ ആദ്യ ഭാഗം മറിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ മാജിക്കുകൾ കാണാം. തീപ്പെട്ടി ഇല്ലെങ്കിലും ഞാൻ കത്തിക്കും. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു സാധാരണ ട്രേ ആണ്. ഒരു ട്രേയിൽ നിന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്. അടുത്ത ഐറ്റം അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന സെയിന്റ് ആന്റണീസ് ചർച്ചിലെ വികാരി ഫാദർ തളിയത്തിന്റെ അനുഗ്രഹവും സഹായവും ആവശ്യമാണ്. ചെറിയൊരു സമ്മാനം. അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇനി അച്ഛന്റെ വാച്ച് ഒന്ന് എനിക്ക് അയച്ചു. അച്ഛന്റെ വാച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് നീ പോയി ഒരു ചുറ്റി എടുത്തോണ്ടോ. വെറും ഒരു ബലൂൺ അച്ചോ. പക്ഷെ നോക്കണം, അച്ഛന്റെ വാങ്ങിച്ച അവിടെ ഇരിക്കട്ടെ. അച്ഛന്റെ വാങ്ങിച്ച വാച്ച് ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിട്ട് ഈ ചുറ്റി എടുത്തിട്ട് ഒറ്റ അടി. എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അടുത്തായിട്ട് എന്റെ സുഹൃത്ത് ജോബി നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ വന്നതാ. ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്താ? എന്തോ വിളിക്കണമെന്ന് തോന്നി. എനിക്കിവിടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരുപാട് പേരൊന്നുമില്ല. വരണം, തീർച്ചയായും വരണം. സൺഡേ ഈവനിങ്. തന്റെ ചേട്ടന്മാരെന്നെ കണ്ടാൽ ഇടിച്ചു പൊടിച്ച് കറി പൗഡറാക്കും. അറിഞ്ഞോണ്ട് ഞാൻ വെറുതെ. അവര് കണ്ടാലും തിരിച്ചറിയാത്ത രീതിയിൽ വേണം ആൽബി വരാൻ. അതിനുള്ള മാർഗം ഞാൻ അറേഞ്ച് ചെയ്ത് തരാന്നേ. പിന്നെ ഫാദർ നെൽസൺ വരുന്നുണ്ട്. അവരുടെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലായിരിക്കും. പ്ലീസ് വരില്ലേ? ഓക്കേ. See you then. Bye. ആശാനെ, അച്ഛന്റെ വാച്ച് കൊടുത്തേ. ആരുടെ അച്ഛന്റെ? പള്ളിയിലെ അച്ഛന്റെ. ഒരു ചുറ്റി കൊണ്ട് ഒരു വാച്ച് അടിച്ച് പൊടിച്ച എങ്ങനെ കാണിച്ച വിദ്യയല്ലേ അത്? അച്ഛന്റെ വാച്ച് അങ്ങോട്ട് കൊടുത്തു. അച്ഛൻ അവിടെ അല്ലോടെ ഇരിക്കുന്നത്. അച്ഛൻ ഇവിടെ വാ. മാജിക്കിന്റെ ഇടയിൽ ഇങ്ങനെ പലതും കാണാതെ പോകും. അമേരിക്കയിലെ ലിബർട്ടി സ്റ്റാച്ചു കാണാതെ പോയില്ലേ? എന്താ അച്ഛന്റെ വാച്ച് കൊടുക്ക. അച്ഛന്റെ പോക്കറ്റിൽ കിടക്കുന്ന വാച്ച് ഇനി ഞാൻ എടുത്തു തരണോ? പോക്കറ്റിലോ? നോക്കിയേ. പോക്കറ്റ്. ഈ വാച്ച് ഇങ്ങനെ ഒപ്പിച്ചു. അച്ഛന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഞാൻ നേരത്തെ നോട്ട് ചെയ്തിരുന്നു. എന്നിട്ട് അതേപോലെ എണ്ണം വാങ്ങിച്ചിട്ട് അനുഗ്രഹം വാങ്ങാൻ കുനിഞ്ഞപ്പോ പോക്കറ്റിലിട്ടു. ബാക്കി നീ ഊഹിച്ചോ.